ഇപ്പോൾ മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK അഷ്റഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പയുടെ തെരച്ചിലാണ്. നമ്മൾ രാവിലെ മുതൽ നേവി ഇന്ന് ഇറങ്ങുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാത്തു നിന്നത്. 12 മണിക്ക് വിളിക്കുമ്പോഴും ഇപ്പോൾ തുടങ്ങുമെന്ന് അവർ പറഞ്ഞു. പല ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നേവി ഇറങ്ങാത്തൊരു സാഹചര്യം വന്നു. ഏതായാലും ഈശ്വർ മൽപ്പെ മുങ്ങാൻ അതിൻ്റെ നമ്മൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലമല്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിൽ നല്ല തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു ചെറിയ അവശിഷ്ടം കൂടി അവർക്ക് കിട്ടി. നാളെ രാവിലെ 8 മണിയോടുകൂടി കളക്ടർ ഇപ്പോൾ 100% ഉറപ്പ് തന്നത് നേവിയും SDRFും ഈശ്വർ മൽപ്പയും ഒരു ടീമായി നാളെ തെരച്ചിൽ നടത്തുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. തെരച്ചിലിന് തുടക്കം കുറിച്ചു എന്നുള്ള പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളും വളരെ അനുകൂലമായി നമുക്കുള്ള ഒരവസ്ഥ. 2 knotsനേക്കാളും കൂടുതലൊന്നും വെള്ളത്തിൻ്റെ ഒഴുക്കില്ല. വളരെ ഈസിയായി മണിക്കൂറുകൾ ഇതിന് തെരച്ചിൽ നടത്തിയാൽ നമ്മൾ ഇത്ര ദിവസം കാത്തു നിന്ന അർജുനൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത്രയും നേരമായിട്ട് ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ താങ്കൾ പറഞ്ഞു ജില്ലാ കളക്ടർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്താ നിലവിലുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട്? അവര് തീർച്ചയായും ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിലോക് ചന്ദ്രൻ എന്നറിയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് ശിരൂരിന്റെ ചുമതല നൽകിയെന്നാണ് ബാംഗ്ലൂർ 2 days ബാക്ക് പോയപ്പോൾ നമുക്ക് അവർ പറഞ്ഞത്. അതിനടിസ്ഥാനം ഞാൻ അദ്ദേഹത്തെ ഓരോ ദിവസവും 2-3 പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇന്നും പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു. DC കോണ്ടാക്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം ഏതായാലും നാളെ മോർണിംഗോടുകൂടി തെരച്ചിൽ ഒരു ടീമായി ആരംഭിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് MLAയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ. സാരംഗെ ജിതിനാന്ന് തോന്നുന്നു അല്ലെ? അർജുന്റെ ബന്ധു ജിതിൻ കിട്ടിയ സാധനം എന്താണെന്ന് പരിശോധിക്കുന്നുണ്ട് അല്ലേ? ഹലോ, അല്ല അത് പുതിയ ജാക്കിയ വണ്ടി, പുതിയ വണ്ടിയല്ലേ? വണ്ടിയുടെ ജാക്കിയാണെന്ന് 80% ഉറപ്പാ. ഒരു 80% നമ്മൾ തരാം. 80%. ഹലോ, ടാങ്കറിന്റെ ഒരു ഇപ്പൊ 2 സാധനം കിട്ടി ഓൾറെഡി.